കുട്ടികൾക്കാണ് നമ്മളെപ്പോഴും ജാമൊക്കെ ചേർത്തിട്ടുള്ള ഫുഡ് കൊടുക്കാറ്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി. വെറുതെ ഞാനും കുറച്ച് ജാം വെറുതെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ നമുക്ക് അധികം സമയം വേണ്ട. നമ്മുടെ വീട്ടിലുള്ള മാങ്ങ ചുമ്മാ പഴുത്ത് പോയി കളയാതെ അതെല്ലാം എടുത്ത് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്ത് ചൂട് കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി പാത്രമ വെച്ച് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നല്ല ഇളക്കി കൊടുത്ത് അടിപൊളിയായിട്ടുള്ള മാംഗോ ജാം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ കുപ്പികളിലാക്കി വെച്ച് നമുക്ക് കുട്ടികളുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.